ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായൊരു സ്നാക്സാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അര കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് തേങ്ങയും ഗോതമ്പ് പൊടിയൊക്കെ. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് പൊടിച്ച് വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറാതെ ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിത് ലാസ്റ്റ് നമ്മളൊന്ന് കുഴച്ചെടുക്കും, അപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ ആയിട്ടുണ്ട്. ഇത്ര മതി, ഈ ഒരു പരുവായി കിട്ടിയാൽ മതി. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ ടൈമിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി പാനിൽ നിന്ന് നമുക്കിത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് തന്നെ പിന്നെയും ഇത് റോസ്റ്റായി പോകും. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഒരു അര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക, പൊടിച്ചത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതാ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കിത് കിട്ടണം. ഈ ടൈമിലാണ് ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ വേറെ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഒരു മാവ് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്കേൻ്റെയൊക്കെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറം വശത്തുള്ള കറുത്ത കളറൊക്കെ ഒന്ന് നമ്മൾ മാറ്റാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും. ഇനി ബാക്കിയുള്ള അതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിൻ്റെ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല മധുരമുള്ളൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ നെയ്യ് ചേർത്തുകൊണ്ട് നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.